പബ്ലിക് ഓഡിറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലാണ് പബ്ലിക് ഓഡിറ്റിൽ ഇന്ന് പങ്കെടുക്കുന്നത്. കേരളത്തിൻ്റെ ധനപ്രതിസന്ധി, ധനസ്ഥിതി, ആ പ്രതിസന്ധികൾക്കിടയിലും അതിനെ വെല്ലുവിളിയോടെ സ്വീകരിച്ച് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയ കാലം, ഇതെല്ലാം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു 5 വർഷക്കാലം. അത് കേരളത്തിൻ്റെ വികസനവും ക്ഷേമവും മുന്നേറ്റവും ധനസ്ഥിതിയിൽ വന്നിട്ടുള്ള പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കാട്ടിയിട്ടുള്ള ധീരമായ നടപടികളും ഒക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഒരു സമൂഹമാണ്. അതിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളും ഒക്കെയുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട തലമാണ് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ. കാരണം കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഓഡിറ്റ് ഈ ഭാഗത്തെ വളരെ ഗൗരവമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും പബ്ലിക് ഓഡിറ്റിലേക്ക് സ്വാഗതം. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾക്കൊപ്പം പാനലിസ്റ്റുകളായി നമ്മൾക്കൊപ്പമുള്ളത് ശ്രീമതി ഗായത്രി ബാബു ഉണ്ട്, അതുപോലെ തന്നെ ശ്രീ എം.എ. അജിത് കുമാറുണ്ട്, NGO യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇവരെല്ലാം പൊതുപ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ കൂടുതൽ കാണുന്നവരും, താങ്കളും പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഈ പാനലിന് കുറേ കൂടി ജീവിതാനുഭവങ്ങളിൽ നിന്ന്, പൊതുജനങ്ങളുടെ പൊതു അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ മിനിസ്റ്ററിലേക്ക് കൂടി പോകാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ഞാനീ പറഞ്ഞ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേരളത്തിലെ ധനകാര്യമന്ത്രിമാരിൽ പണഞ്ഞെരുക്കം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ധനമന്ത്രിമാരിൽ ഒരാളാവാനാണ് ശ്രീ കെ.എൻ. ബാലഗോപാൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്ര വലിയ പ്രതിസന്ധിയാണ്, സമ്മർദ്ദമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അങ്ങനെ ഒരു ഘട്ടത്തിലൊക്കെ നോക്കുമ്പോൾ ഇതെന്തായി തീരും എന്നൊക്കെ തോന്നുന്ന ആശങ്ക പലപ്പോഴും പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് മാത്രമല്ല, പിന്നീട് ഒരു ടേക്ക് ഓഫിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനൊരു കാലമായിരുന്നു 5 വർഷക്കാലം. ഈ ഒരു കാലത്തെക്കുറിച്ച് മന്ത്രി എന്ന നിലയിൽ വലിയ സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ? ഏതൊക്കെ തരത്തിലുള്ളൊരു അനുഭവമാണ് ഓരോ ദിവസവും അനുഭവിച്ചത്? അതിൽ സംതൃപ്തി നൽകിയ ഘടകങ്ങളും എന്താണ്? എടുത്ത തീരുമാനങ്ങൾ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേപോലെ സാമ്പത്തികമായി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നൊരു കാലം ഉണ്ടായിട്ടില്ല. എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ ഉണ്ട്. കേന്ദ്രത്തിൻ്റെ നയം അതിവേഗം മാറിയ ഒരു ഘട്ടം ഇതാണ്. അതിപ്പം നമ്മൾ ഈ ഗവൺമെൻറ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവരുടെ നയം അതിവേഗം മാറി. ഓരോ സ്റ്റേറ്റിനോടും വ്യത്യസ്തമായി അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന, അവർക്ക് ചൂസ് ആൻഡ് പിക്ക്, അല്ലെ പിക്ക് ആൻഡ് ചൂസ്, എന്തോ പ്രയോഗം എന്തായാലും, അവർക്കിഷ്ടമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ചില കാര്യങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ശരാശരി കേന്ദ്രത്തിൽ നിന്നുള്ള ട്രാൻസ്ഫേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നതാണല്ലോ, അതിൻ്റെ 53%, 100 രൂപ ഒരു സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനമുള്ളപ്പം ശരാശരി 53 രൂപ കേന്ദ്രത്തിൽ നിന്നുള്ള ട്രാൻസ്ഫേഴ്സാണ്. കാരണം എല്ലാ ടാക്സും അവരെ കളക്ട് ചെയ്യുന്നത്. 72% വരെ കിട്ടുന്ന സംസ്ഥാനമുണ്ട് 100 രൂപ ആകെ വരുമാനത്തിൽ. ബീഹാർ അതുപോലെ നമുക്ക് 25. അപ്പോൾ 25 ആക്കാനായിട്ട് അങ്ങനെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഓരോ യാഡ് സ്റ്റിക്ക് വെച്ചു. നേരത്തെ ഉള്ളതിനേക്കാളും BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോറോയിങ് വെട്ടിക്കുറച്ചതും, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ഇല്ലാതാക്കിയതും, എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ട GST വന്നതിന് ശേഷമുള്ള അതിൻ്റെ കോമ്പൻസേഷൻ ഇല്ലാതാക്കിയതും എല്ലാം വന്നു. ഞെരുക്കം ഉണ്ടായ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതൊരു 3-ാം വർഷം വീഴും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇവിടെ സർവീസ് സംഘടനാ നേതാക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. അവരും എല്ലാം ധരിച്ചിരുന്നതാണ് 3-ാം വർഷം വീഴും. കാരണം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 1 നടപ്പിലാക്കി തുടങ്ങി. ഏപ്രിൽ 6 തിരഞ്ഞെടുപ്പ്, മെയ് 2 ഇലക്ഷൻ റിസൾട്ട്, മെയ് 20 പുതിയ ഗവൺമെൻറ്. അപ്പം റെസ്പോൺസിബിലിറ്റി എല്ലാം സാധാരണ ഈ ആൾട്ടർനേറ്റ് ഗവൺമെൻറ്റ്സാണ്. ഇതെല്ലാം ഒന്നും നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഒരു ധവളപത്രം ഇറക്കുകയാണല്ലോ, അല്ലെങ്കിൽ UDF ആണ് ചെയ്യുക, ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്തു. എന്ന് മാത്രമല്ല, വിചാരിച്ചതുപോലെ ആദ്യത്തെ 2 വർഷം 3 വർഷം സ്റ്റാഗ്നേഷനാണ്. തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാളും 32,000 കോടി രൂപ ഒറ്റയടിക്കാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലാവുന്നത്. ഇൻകം അതുപോലെ കൂടുന്നില്ല, കുറഞ്ഞല്ലോ. 50,000 കോടി കുറഞ്ഞു, പക്ഷേ എക്സ്പെൻഡിച്ചർ 30,000 കോടി കൂടി. അത് അടുത്ത 2 വർഷങ്ങളിൽ നോക്കിയാലും അത് തന്നെ കാണാം. ഞാൻ വരുന്ന വർഷം 31,000 കോടി ഗ്രാൻഡ് മാത്രം, വേറെ ഈ പറഞ്ഞ കൂടാതുള്ള ഗ്രാൻഡ് മാത്രം ഉണ്ടായിരുന്നു. അത് അവസാനം കുറഞ്ഞ് 6,000 കോടിയിലേക്കായി. അപ്പോൾ ഈ 3 വർഷവും ഈ സ്റ്റാഗ്നേഷൻ വന്നു. 4-ാം വർഷം നമ്മൾ 1,73,000 കോടിയിലേക്ക് എത്തി. ഈ വർഷം കംഫർട്ടബിളായി 1,95,000 കോടി എക്സ്പെൻഡിച്ചർ വരും. 2 ലക്ഷം ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ 2 ലക്ഷത്തിലേക്ക് എത്താം. അപ്പോൾ അതിനെ കവർ ചെയ്ത ഗ്രോത്ത് വന്നു.
അത് ചെറിയൊരു കാര്യമല്ല, വളരെ കളക്റ്റീവായിട്ടുള്ള വർക്കാണ്. ടാക്സ് കൂട്ടാൻ പറ്റില്ല, കാരണം റേറ്റ് നിശ്ചയിക്കുന്ന കേന്ദ്രമാണ്. വലിയ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടോ? ഭയങ്കര സ്ട്രെസ്സുണ്ട്, ഭയങ്കരമായ സ്ട്രെസ്സാണ്. അതിപ്പോഴും ആ സ്ട്രെസ് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ എല്ലാ തരത്തിലും ഞാൻ മൊത്തത്തിലുള്ളതല്ല, വ്യക്തിപരമായി അതെ, ഫിനാൻസ് മിനിസ്റ്റർമാർക്ക് പൊതുവെ സ്ട്രെസ് ഉണ്ടാവും. ഞാനാണെങ്കിൽ കുറച്ചുകൂടി ഇത് പേഴ്സണലായിട്ട് എടുക്കുന്ന, ഞാൻ SFI കാലത്ത് പ്രവർത്തിക്കുന്ന കാലം മുതലേ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തേക്ക് വരും, അതിൻ്റേതായ ടെൻഷൻ ഉണ്ടാവും. അത് എല്ലാ മനുഷ്യരും പലതരത്തിലുണ്ടാവും ഞാൻ കരുതുന്നത്. ആ സ്ട്രെസ് ഉണ്ടാവും. ചിലർ വളരെ വലിയ പരിചയസമ്പന്നത കൊണ്ട് അല്ലെങ്കിൽ പേഷ്യൻസ് അവരുടെ സ്വഭാവത്തിലുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ സ്ട്രെസ് അത്ര വരില്ല. വലിയ സ്ട്രെസ് വരുന്നതാണ്. കാരണം 100 ചോദ്യങ്ങൾ ഓരോ ദിവസം അല്ലെങ്കിൽ 1000 ചോദ്യങ്ങൾ വരും. പക്ഷേ ഈ ഫുട്ബോൾ കളിയിലെ ഒരു ഹിഗ്വിറ്റ എന്നൊരു കഥയുണ്ടല്ലോ, 1 ലക്ഷം NS മാധവൻ്റെ 1 ലക്ഷം കണ്ണുകളും അല്ലെങ്കിൽ 1 ലക്ഷം ആളുകളും ഒരാളിലേക്കാണ് നോക്കുന്നത്, ഈ ഗോൾ പോസ്റ്റിൽ ഇയാൾ മാത്രമാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ ഡിമാൻഡ് വരും, എന്ത് വന്നാലും പരാതി വരികയും ചെയ്യും. അപ്പോൾ അതിനിടയ്ക്ക് കൂടി കൊണ്ടുപോകാം. ഏതായാലും അവിടെ ഒരു നിമിഷം ഗായത്രി, ഈ ധനകാര്യമന്ത്രിയെ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ആദ്യത്തെ വർഷങ്ങളിൽ കാണുമ്പോഴുണ്ടായിരുന്ന ധനകാര്യമന്ത്രിയുടെ മുഖത്തെ ഒരു നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ, ഇന്നും പോയിട്ട് സുഖമാണോ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ, ഇപ്പോൾ കാണുമ്പോഴത്തെ ഒരു കംഫർട്ട് സോൺ, ആ വേരിയേഷൻ മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ധനകാര്യമന്ത്രി കംഫർട്ട് സോണിൽ ഇരുന്നാണോ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു ബഡ്ജറ്റ് ചർച്ചയിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സ്ട്രെസ് ചിലർക്കത് ശീലമാവുമല്ലോ, ഈ അവഗണന ശീലമാവും എന്ന് പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ളത് ഇനി ഇങ്ങനെ നടക്കുകയുള്ളൂ, ഇത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ CM പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞ പോലെ FM അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്, നമ്മളെ കാണുകയുള്ളൂ നമുക്ക് എന്നുള്ള പോലെ. അത് ഈ ഇപ്പോൾ ഏറ്റവും ഈ മാറ്റം മുഖത്ത് കണ്ടു തുടങ്ങിയിട്ട് കുറച്ചു കാലമായോ? ഇപ്പൊ കുറച്ചായി. അദ്ദേഹം എനിക്കൊന്ന് കുറച്ചുകൂടെ ദേശീയക്കാരനും കൂടി ആയെന്ന് തോന്നുന്നു. കൊല്ലംകാരുടെ ഒരു ദേഷ്യമൊക്കെ അദ്ദേഹത്തിന് കൊല്ലത്തുകാർക്ക് ദേഷ്യം ഇല്ല. അല്ല, ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് അലക്സാണ്ട്ര കൊല്ലന്തായിയുടെ ക്ഷേമ പരിഷ്കരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതേ കൊല്ലംകാരി ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ അലക്സാണ്ട്ര കൊല്ലന്തായി ആയതുകൊണ്ട് ഒരു കൊല്ലംകാരൻ ഇരുന്ന് ഇങ്ങനെ വലിയ പരിഷ്കരണങ്ങൾ നടത്തുന്നു. അതായത് വീട്ടമ്മമാരുടെ ജോലി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്താരും ചെയ്യാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇത്രയും അവഗണന ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാവുമ്പോഴും വീട്ടമ്മമാരെ സുരക്ഷാ പദ്ധതി പെൻഷനല്ല, അതെ, സുരക്ഷാ പദ്ധതിയാണ്. 60 വയസ്സ് വരെയല്ലേ ഉള്ളൂ. അപ്പൊ സ്ത്രീകളുടേത് സുരക്ഷാ പദ്ധതിയായും യുവജനങ്ങളുടേത് സഹായമായുമാണ്. അപ്പൊ ഈ 2 വിഭാഗമുണ്ട്, അവരെ കാണേണ്ടുന്നതാണ് എന്ന പരിഗണന നൽകുക എന്ന് പറഞ്ഞാൽ അത് ലോകത്താരും ചെയ്യാത്തതാണ്. അത് ഈ ഞെരുക്കത്തിനിടയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്ത ധൈര്യം വേണം. അതെങ്ങനെയെന്ന് ചോദിക്കാനാണ് ശരിക്കും ഞാൻ വല്ലാത്തൊരു ധൈര്യം കൊണ്ട് എന്ത് പറ്റട്ടെ എന്നുള്ളതല്ലേ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അനുഭവം ഉണ്ട്. 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ വന്നു. അങ്ങനെ വന്ന അനുഭവം കൊണ്ട് നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി വരും. കാരണം 3ാമതൊരു സർക്കാരും ഇടതുപക്ഷം തന്നെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതായത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഇത് അയ്യോ ഞങ്ങൾ വിചാരിച്ചില്ല അത് നിർത്തുക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉറപ്പാക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് വലിയ ഉത്തരവാദിത്വം വരുന്ന ശമ്പള പരിഷ്കരണം, DA മുഴുവൻ ഇപ്പോൾ ഈ വർഷം 13% കൊടുത്തു, അടുത്ത വർഷം ആദ്യം 10% കൂടെ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശമ്പള പരിഷ്കരണത്തെക്കാളും വലിയ തുക വരും. ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചു, നമ്മുടെ അഷ്വർഡ് പെൻഷൻ സ്കീം വന്നു, ഇതെല്ലാം വലിയ തുക വരുന്നതാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷന് 14,500 കോടിയാണ്, 3,700 കോടിയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക്, 400 കോടിയിലധികമാണ് കഡക്റ്റ് വർക്ക്. ഇതുകൂടാതെ ഇപ്രാവശ്യം ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ പർപ്പസായിട്ട് വെച്ചതാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം നിർത്താൻ പോവാണ്. ഇതുവരെ ഒരു പണവും അതിന് വെക്കേണ്ടി വന്നിട്ടില്ല. അത് ഇതുവരെ വെക്കേണ്ടി വന്നിട്ടില്ല. നമ്മളത് വെച്ചില്ലെങ്കിൽ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക്, പ്രധാനമായിട്ട് സ്ത്രീകളാണല്ലോ, അവർക്ക് കിട്ടുന്നൊരു വരുമാനം ഇല്ലാതാവും. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു വശത്ത് നമ്മുടെ സിവിൽ സർവീസ് നല്ലതുപോലെ പോകുമ്പോൾ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് വേണം, ഏറ്റവും പാവപ്പെട്ടവരുടെ ചികിത്സയെ പറ്റി അത് പറ്റുമെന്ന് ഉറപ്പാക്കുന്ന കൃത്യമായ അതിൻ്റെ കണക്കുകളും നടക്കുന്ന കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. എൻ്റെ സബ്ജക്റ്റ് കൊമേഴ്സും കൂടി ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ കൃത്യമായ അക്കൗണ്ടിങ് ഇവരോടൊക്കെ പലപ്പോഴും ചോദിക്കുന്ന സമയത്തെല്ലാം അപ്പം പറ്റത്തില്ല പിന്നെ പറ്റുമെന്ന് പറഞ്ഞാൽ അത് അപ്പോൾ ഒരു കാര്യം ഇപ്പം പറ്റാത്തൊരു കാര്യം ഇപ്പം ഏറ്റെടുത്ത് കൊളാപ്സ് ചെയ്യാൻ പാടില്ല, കൊടുക്കാം. അപ്പോൾ ഈ കൊമേഴ്സുകാരന് ധനകാര്യമന്ത്രി എന്നുള്ള പദവി ആ കൊമേഴ്സ് പഠനം സഹായകരമായി തീർച്ചയായിട്ടും. കാരണം തിയറട്ടിക്കൽ പാർട്ടും പ്രാക്ടിക്കൽ പാർട്ടും ഉണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി പിന്നെ കുറച്ച് തിയറി ഉണ്ട് ഞങ്ങൾ കൊമേഴ്സ്, പിന്നെ BCom-നായാലും MCom-നായാലും. പക്ഷേ ഇത് കൂടുതലും നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ്, അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസ് ഏറ്റവും പ്രധാനം. അക്കാഡമിക് വിദ്യാഭ്യാസം അല്ല ഏറ്റവും പ്രധാനം, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ള അനുഭവം തന്നെയാണ്.
ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഇന്ന കാര്യം പറയാം. അത് പെട്ടെന്നൊരു കാര്യം കേട്ടിട്ട് നമ്മൾ ആശങ്കപ്പെട്ടിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല. ജനങ്ങൾക്ക് മനസ്സിലാവും. മുമ്പ് പറഞ്ഞ അതെ, ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആവശ്യങ്ങൾ അവർ വരും. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇന്നത് പറ്റുമെന്നുള്ളത് ആൾക്ക് മനസ്സിലാവും. അത് കൃത്യമായി ചെയ്യാൻ നമുക്ക് ഇൻറ്റൻഷൻ ഉണ്ട്. നമുക്ക് കൊടുക്കേണ്ടതെന്നല്ല, ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളത് ചെയ്യും. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും പൊളിയുമ്പോഴും ഞാൻ പറഞ്ഞ തെലുങ്കാന ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റാണ്. ശമ്പളം കൃത്യമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശില് ശമ്പളം കൃത്യമായിട്ടില്ല, കോൺഗ്രസ് ആണ്. അവിടെ ക്ഷാമത്തെ കുടിശ്ശികയാണ് തെലങ്കാനയിൽ. എത്ര? 5 ഗഡു ക്ഷാമത്തെ കുടിശ്ശിക. 5 ഗഡു എന്ന് മാത്രമല്ല, 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. ശമ്പളം അവിടെ അവർ ഒരു മാസത്തിലുടനീളം ആദ്യത്തെ ആഴ്ച ഇന്ന ഡിപ്പാർട്ട്മെന്റ്, രണ്ടാമത്തെ ആഴ്ച ഇന്ന ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ. ഞാൻ തെലങ്കാനയുടെ കാര്യം പറഞ്ഞത് ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഹൈദരാബാദ് ആണല്ലോ അവരുടെ കോറെ. അതേസമയം ഹിമാചൽ പ്രദേശിൽ ശമ്പളം കൃത്യമല്ല. ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു BJPയുടെ ജനസംഘത്തിൻ്റെ BJP സംഘത്തിൻ്റെ NGO സംഘത്തിൻ്റെ ഒരു നേതാവ് അവിടെ പറഞ്ഞു കേട്ടു, കേരളത്തിലാകെ കുഴപ്പമാണ്. കേന്ദ്രത്തിൽ ആളെ എടുത്തിട്ട് കുറേ കാലമായി, PSC വഴി അപ്പോയിൻമെൻ്റ് ഇല്ല. അവിടെ എല്ലാ കാര്യവും നിർത്തി. കോവിഡ് സമയത്ത് 1.5 വർഷക്കാലത്തെ DA കൊടുത്തിട്ടേ ഇല്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കേരളത്തിൽ വന്ന വലിയ പ്രചരണമാണ്. പക്ഷേ ആന്ധ്രയും തെലങ്കാനയായി മാറിക്കഴിഞ്ഞപ്പോൾ തെലങ്കാന സമ്പന്നോ ആന്ധ്ര അത്രയും സമ്പന്നോ അല്ലാതായി. അവിടെ തന്നെ ഇതാ സ്ഥിതി. മൊത്തത്തിൽ സർക്കാർ ജീവനക്കാരുടെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്, മനോഭാവം എങ്ങനെയാണ്? ഒരു നിരാശ ഏതോ കാലത്തൊക്കെ സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമായിരുന്നു. അത് യാഥാർത്ഥ്യമായിരുന്നോ? അത് മാറുന്നുണ്ടോ? മാറിയോ? ശരിയാണത്. അതായത് സർക്കാർ ജീവനക്കാർക്ക് 6 മാസം കൂടുമ്പോൾ ക്ഷാമബത്ത ലഭിക്കും. ആ ക്ഷാമബത്ത കൊടുക്കുന്ന രീതിയാണ് നമുക്ക് കേരളത്തിൽ തുടരുന്നത്. കൃത്യമായ അത് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു സാഹചര്യമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ പരാമർശിച്ചത്. ആദ്യത്തെ 3 വർഷത്തെ ആ ഞെരുക്കം അതാണ് ഇവിടെ പരാമർശിച്ചത്. സ്വാഭാവികമായിട്ട് ആ 3 വർഷം അത് അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നു, കൊടുക്കാൻ കഴിയുന്നില്ല, ഇത് കുടിശ്ശികയാവുന്നു. പിന്നീട് അനുവദിച്ച് തുടങ്ങിയപ്പോൾ പ്രാബല്യ തീയതി മുതലുള്ള കുടിശ്ശിക കൊടുക്കാൻ, ലംസം എമൗണ്ട് അത് കൊടുക്കാനൊരു പ്രയാസം, അത് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ ഇത് നഷ്ടപ്പെടുമോ എന്നൊരാശങ്ക ജീവനക്കാരുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്, പെൻഷൻകാരുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ നിലയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. കേരളത്തിൽ സവിശേഷമായ സാഹചര്യമാണ് എന്ന് ജീവനക്കാരും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആളുകളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം പോയി ഇക്കാര്യം പലവട്ടം അദ്ദേഹത്തെ കാണുമ്പോൾ സൂചിപ്പിക്കും. ഗായത്രി പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. കാര്യങ്ങൾ പറഞ്ഞ്, കണക്കുകളാണെങ്കിലും ശരി, അതിൻ്റെ സാഹചര്യമാണെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് കേട്ട് ഞങ്ങളത് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാം സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാത്രമല്ല, സിവിൽ സർവീസിലുള്ള എല്ലാ സംഘടനകളും അഡ്രസ്സ് ചെയ്ത് പോകുമ്പോഴും ഇതേപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പൊതുവെ കേരളത്തിൽ കാര്യം പറയാം, തൊട്ട് മുമ്പത്തെ വർഷത്തെക്കാളും 32,000 കോടിയോ മറ്റുമാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇതിനകത്ത് ഏറ്റവും മേജർ ഫാക്ടർ സാലറി റിവിഷനും പെൻഷൻ, അതിൻ്റെ കുടിശ്ശിക കഴിഞ്ഞ. അപ്പോൾ ഒറ്റയടിക്ക് ഇത്രയും വരുമ്പം ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ഇത്രയും വലിയ 1,17,000 1,32,000 ആയി. തൊട്ട് മുമ്പത്തെ വർഷം അന്നൊരു 15,000 കോടി സെൻട്രൽ ഗ്രാൻഡ് കിട്ടിയായിരുന്നു. ആ ഒരു വർഷത്തേക്കുള്ള ഫിനാൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 30 ഒറ്റയടിക്ക് 62 ഇത്രയും തുക ഒരു വർഷം ആ 30,000 കോടിയൊന്നും ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണമില്ല. അതിൻ്റെ കൂടെ ഇവർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളോട് ആളുകൾ അന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ ഉൾപ്പെടെ സുഹൃത്തുക്കൾ ചോദിക്കുന്ന, ഈ ശമ്പളമെങ്കിലും കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ പോട്ടെ, ശമ്പളം തന്നെ കിട്ടുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. കുറച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പിന്നെ ഈ എപ്പോഴും ഡിമാൻഡ് വരുന്നത്. ശമ്പളം പോലും കിട്ടില്ല. കാരണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ, ഞങ്ങൾ വരുവാണെങ്കിൽ 15% കുറയ്ക്കുമെന്നല്ലേ പറഞ്ഞേ. കാരണം അത്ര UDFൻ്റെ സംഘടനകൾ, കോൺഗ്രസ് സംഘടനകൾ സെക്രട്ടേറിയറ്റ് നോട്ടീസ് അടിച്ചിറക്കി, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ശമ്പള പരിഷ്കരണം അതെന്ന് അവർ പറഞ്ഞല്ലോ. നോട്ടീസ് ഇറക്കിയതാണ്, യോഗം നടത്തിയാണ്. അപ്പോൾ ഞങ്ങൾ വരുവാണെങ്കിൽ 15% കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഈ പങ്കാളിത്ത പെൻഷൻ എല്ലാ കാര്യവും നടപ്പിലാക്കിയതവരാണ് DAയുടെ. എന്നിട്ട് ഇപ്പോൾ ഏതായാലും വലുതായിട്ടൊന്നും പറയുന്നത് കണ്ടില്ല. ഇനി എന്താ പറയുന്നത് അറിഞ്ഞുകൂടാ. ഈ പരിപാടിയുടെ പേര് പോലെ തന്നെ കൃത്യമായി പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കാവുന്ന, അല്ലേ ഗായത്രി, വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ്. താരതമ്യങ്ങൾ ജനങ്ങളാണ് നടത്തേണ്ടത്, അല്ലേ? മറ്റു സ്റ്റേറ്റുകൾ എങ്ങനെ, കേരളം എങ്ങനെ? ഇവിടെ ഇപ്പോൾ അജിത് സാർ സൂചിപ്പിച്ച കുറേ കാര്യങ്ങളിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒന്ന് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാക്കുന്നു. അതാണ് പ്രതിപക്ഷ നേതാവിനൊക്കെ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. നേരത്തെ പ്രതിപക്ഷ നേതാവിനെ ഒന്ന് കണ്ടാലോ? തീർച്ചയായും പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവും
നിരന്തരമായ പ്ലാൻ സൈസ് കട്ട് ചെയ്യലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. അല്ല, അതുകൊണ്ടായിരിക്കണം അദ്ദേഹവും സംഘവും ആ ചർച്ചയ്ക്ക് നിയമസഭയിലേക്ക് വന്നില്ല, പുറകെ നടന്ന് വിളിക്കുന്നത് വരൂ ചർച്ച ചെയ്യാൻ. ഈ 15% ഞങ്ങൾ കുറയ്ക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ ബഡ്ജറ്റിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബാധ്യതയാണ്. അടുത്ത തവണ ഞങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ നടപ്പാക്കണ്ടേ. ആ നടപ്പാക്കണ്ടേന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ തവണയും ബഡ്ജറ്റിലെ കാര്യങ്ങൾ നടപ്പിലാക്കി വരുന്നു. അപ്പൊ പിന്നെ ഇനി ആ രീതി ഫോളോ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമാണ്. 21-ലും സമാനമായ ക്ലാസ്സിൽ കൃത്യമായി ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരുന്ന കുട്ടി ബാക്കി കുട്ടികൾക്ക് ബാധ്യതയാണെന്ന് പറയുന്ന പോലെയാണ് ഫിനാൻസ് മിനിസ്റ്ററുടെ കാര്യം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം നടപ്പിലാക്കേണ്ട ഒരു സംഗതി അല്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് കൃത്യമായി ചെയ്യുന്നു. അതിനിടയിൽ തന്നെ ഇപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യം, ഞാൻ മിനിസ്റ്റർക്ക് ദേഷ്യം എന്ന് പറഞ്ഞെങ്കിലും ജനങ്ങളോട് വളരെ കാമായി മിനിസ്റ്റർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെ അല്ല, ആളുകൾക്ക് അല്ലല്ല, അദ്ദേഹം പറഞ്ഞ എന്താ, ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്, അങ്ങനെയല്ല. ആളുകൾക്ക് വളരെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ പരാമർശം ഉണ്ടായിരുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള ക്യാഷിംഗ് നടക്കില്ല എന്നായിരുന്നു. വാട്സാപ്പുകളിൽ മെസ്സേജുകൾ വരികയല്ലേ, എനിക്ക് കിട്ടിയ 1000 രൂപ എന്ന് പറഞ്ഞ എന്തൊരു അഭിമാനം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് വിളക്ക് കൊളുത്തിയ അപ്പൊ തന്നെ പൈസ കൊടുത്തു അക്കൗണ്ടുകളിലേക്ക്. ഈ സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ധനകാര്യമന്ത്രിക്കാണ് എല്ലാ വകുപ്പുകളിലേക്കും അങ്ങനെ ഒരു ആക്സസ് ഉള്ള മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അങ്ങനെ വരുന്നൊരു പ്രധാനപ്പെട്ട മന്ത്രി എന്ന നിലയിൽ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വിചാരിക്കുന്നതിൻ്റെ ഘടകങ്ങൾ എന്താണ്? പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് താങ്കളും സർക്കാരും നടത്തുന്നത്. കേരളത്തിലെ ഖജനാവിൽ പൂച്ചവെറ്റ് കിടക്കുകയാണെന്നുള്ള കള്ളത്തരം പറയുന്നു, അല്ലെങ്കിൽ നുണ പറയുന്നു, ഇല്ലാത്ത പൊടിവചനം പറയുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ഖജനാവിൽ പെറ്റുകിടക്കാനായിട്ട് വി ഡി സതീശൻ അയച്ചേക്കുന്ന പൂച്ചകൾ വളരെ ഭാഗ്യം ചെന്നവരാണ്. കാരണം 2 ലക്ഷം കോടിയുടെ ബിസിനസ് നടത്തുന്നൊരു ട്രഷറിക്കകത്ത് ഖജനാവിനകത്ത് കടക്കാൻ പറ്റുമെന്ന് ചെറിയൊരു കാര്യമല്ലല്ലോ. ഗായത്രി, എനിക്കൊരു നല്ല ക്ലൂ കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും പൊതുസമൂഹവും വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന സതീശൻ്റെ നുണകൾ എന്ന തലക്കെട്ടിട്ടത് ഇദ്ദേഹമാണോ സംശയമുണ്ട്. ഇപ്പോൾ കേട്ടില്ലേ, നമ്മളൊരു വലിയ ക്യാമ്പയിൻ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാണ്. അപ്പോൾ ആദ്യം ധനകാര്യമന്ത്രി പറഞ്ഞതിൽ നിന്നാണോ ആ പേര് വീണതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെനിക്കറിയില്ല. പക്ഷേ ഈ അദ്ദേഹം എപ്പോഴും ഇങ്ങനത്തെ കാര്യം, പിന്നെ കണ്ണടച്ചിട്ട് വിശ്വസനീയമായിട്ടുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരിക്കൽ ദേഷ്യം വന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ നല്ലതാണ്. എന്നിട്ട് പൂമുള്ളി നമ്പൂതിരിപ്പാടിനെ പറ്റി ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു വലിയ പ്രാസംഗികൻ, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഒരു പഴയ മന്ത്രികൾ പറഞ്ഞു, അങ്ങനെ പ്രസംഗം കേട്ട് കാണാനായിട്ട് കാത്തിരുന്നിട്ട് പ്രസംഗം കേട്ട് മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു തിരുമേനി പ്രസംഗം? വളരെ നന്നായിട്ടുണ്ട്. ഞാൻ തങ്ങളെ പറ്റി വളരെ കേട്ടിട്ടുണ്ട്. വളരെ നല്ല പ്രസംഗം, നല്ല കല്ല് വെച്ച നുണ, ഇത്രയും വിശ്വസനീയമായി അവതരിപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരാളും ഇല്ലാന്നൊരു രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടുണ്ട്. ഇത് കഥയാണ്, എനിക്ക് എന്തായാലും. അപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെയാണ്, ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങൾ സഭയെ പറയരുത്, ഇതൊക്കെ ജനങ്ങൾക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ്. പവിത്രത ഉണ്ടോ ഇല്ലയോ നിൽക്കട്ടെ, ആ ഡോക്യുമെൻ്റ് വെച്ചിട്ട് അദ്ദേഹം അന്നത്തെ ആ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ധവളപത്രം ഇറക്കണം. ധവളപത്രം ഇറക്കുന്നതിന് എന്താണ്, നിങ്ങൾക്ക് ഓതൻറ്റിക്കായി ഒരു ഏജൻസിക്ക് അകത്ത് പോയി ചർച്ച ചെയ്യാനോ അല്ലെ ബഡ്ജറ്റ് പിന്നെ സഭയിലൊന്നും പോകാൻ പറ്റാത്തൊരു സമയത്തല്ലേ പറയണ്ടേ. സഭയിൽ കെട്ടുകണക്കിന് ബുക്കുകളാണ്, എല്ലാ കണക്കും സഹിതം എല്ലാം അവിടെ അവൈലബിൾ ആണ്. ആ അവൈലബിളായിട്ട് അവർ കുറേ വിമർശനം ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാനും പറ്റും. ഇത് ചർച്ച ചെയ്യാനുള്ള വേദിയാണ് സഭ. ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചേക്കുന്നത് അതിനാണ്. ആ സഭയ്ക്കകത്ത് കയറാതെ ധവളപത്രം വേണമെന്ന് പറഞ്ഞാൽ എന്തിനാ? ധവളപത്രം ഇതിലൊന്നും ഇല്ലാതെ വഴി കൂടെ നടക്കുമ്പോഴാണല്ലോ അതിനകത്ത് കയറി ചർച്ച ചെയ്യാൻ തയ്യാറായല്ലോ. കാരണം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പറയും നമ്മൾ. ഈ പറഞ്ഞ ഗ്രോത്ത് 1,15,000 കോടി ആയിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശരാശരി ഒരു വർഷമെങ്കിൽ. ഇപ്പോൾ അത് 1,75,000 കോടിയായി. ഈ വർഷം 2 ലക്ഷം കോടിയിലേക്ക് എത്തുമ്പോൾ സംശയം ഉണ്ടായിരുന്നു അവർക്ക്. ചുമ്മാതെ പറഞ്ഞതാണെന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവർ ചർച്ചയിൽ പറഞ്ഞ്. കൃത്യമായ കണക്കിൽ ആ തുകയിലേക്ക് അടുത്തേക്ക് എത്തി. അടുത്ത വർഷം ഇതിനേക്കാളും കൂടും. ഈ കണക്കുകളുണ്ട്. പിന്നെ ആളുകൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പരിപാടി ഉദ്ഘാടനം കാട്ടാക്കട ചെയ്ത് വിളക്ക് കത്തിച്ചപ്പോൾ ആളുകളുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഈ പണം കിട്ടുന്ന ആളുകളോട് പറയുകയാണ് ഇവർ പറയുന്ന കള്ളോ ഇതൊന്നും നടക്കില്ല. ഇരട്ടി മോശമാകത്തല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പറയട്ടെ.
ഞങ്ങൾക്ക് കുറേ കാലമായി ഞങ്ങൾ അധികാരത്തിയില്ല, ഞങ്ങളെ ഒന്ന് അധികാരത്തിൽ കയറ്റണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതിനോടൊരു തോന്നലുണ്ടാവും. അല്ല, ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തത് മോശമായിട്ടല്ല, ഞങ്ങൾ കുറേ കാലം ഞങ്ങളൊരു പാർട്ടിയില്ല, ഞങ്ങളെ അധികാരത്തിൽ കയറ്റണം എന്നൊക്കെ പറയാം. ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെങ്കിൽ അവരെന്തും ചെയ്തോട്ടെ. പക്ഷേ ഈ ആളുകൾക്കെല്ലാം നേരിട്ടറിയാവുന്ന കാര്യം, ഇപ്പോൾ കോൺഗ്രസ് സംഘടനയുടെ, സർക്കാർ ജീവനക്കാരുടെ സംഘടനയുടെ ആളുകൾ ഉൾപ്പെടെ സാധാരണ വോട്ട് ചെയ്യാൻ പോയാൽ അവരെന്താ ചിന്തിക്കുക? ഇടതുപക്ഷം ആകുമ്പോഴാണ് ഇതെല്ലാം കൊടുക്കുക. രാഷ്ട്രീയമായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇടതുപക്ഷമാണെങ്കിലേ ശമ്പളം കൊടുക്കൂ, ഇടതുപക്ഷമാണെങ്കിലേ പെൻഷൻ കൊടുക്കൂ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ തെലങ്കാനയിലും പോലും ശമ്പളമില്ല, പെൻഷനില്ല. അപ്പോൾ ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആളുകൾ ചിന്തിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആളുകളുടെ അടുത്താണ് അവരിങ്ങനെ പൂച്ചപറ്റി കിടക്കുന്ന കഥ പറയുന്നത്. ഇതിപ്പോൾ വാസ്തവത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്ന കഥകളാണോ? ഇതുപോലൊരു മോദി സർക്കാരിൻ്റെ, BJP സർക്കാരിൻ്റെ, ഒരു സംഘ് പരിവാറിൻ്റെ കടന്നുകയറ്റ കാലത്ത് കേരളം ഭരിക്കുന്നത് ഒരു UDF സർക്കാരായിരുന്നു എങ്കിൽ ധനകാര്യമന്ത്രി കസേരയിൽ കൊണ്ട് KN ബാലഗോപാൽ ധരിക്കുന്നത് എന്താ? കേരളത്തെ എത്രമാത്രം ഒരു ബദൽ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലൊരു UDF സർക്കാരായിരുന്നെങ്കിൽ ഈ പല കാര്യങ്ങളും കൊടുക്കുമായിരുന്നില്ല. കാരണം കഴിഞ്ഞ കാലം അവരുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവരങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി ശ്രീ A.K. ആന്റണി അന്ന് അദ്ദേഹം ആയിരുന്നപ്പോൾ എന്താ പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കാര്യം കൂടെ പറയാം, UDF സർക്കാരാണ്, കേന്ദ്രത്തിൽ UPA സർക്കാരാണെങ്കിലും ഇതിനേക്കാളും ചെറിയ വ്യത്യാസം വരും. അവരുടെ സമീപനം തന്നെ, അവരാണല്ലോ ഇതെല്ലാം നിർത്തിയത് ആദ്യം. ഇവർ കുറച്ചുകൂടെ ഹാർഷായിട്ട് പെരുമാറുന്നുള്ളൂ, അവരാ തുടങ്ങിയത്. ഞാൻ പറഞ്ഞ നമ്മുടെ ഗ്രാമത്തിലെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരല്ലോ. സ്വതന്ത്രവും പരമാധികാരമുള്ള രാജ്യത്തെ പ്രസിഡന്റിനെയും അങ്ങേരുടെ ഭാര്യയെയും രാത്രി കിടന്നുറങ്ങുന്ന ആ കെട്ടിടത്തിൽ നിന്ന്, പ്രസിഡന്റിൻ്റെ പാലസിൽ നിന്ന് പൊക്കിയെടുത്ത് രാവിലെ ഉണർന്നപ്പോൾ അമേരിക്കയിലെ ജയിലിനകത്താണ്. ലോകം എങ്ങനെ മാറുന്നത് നമ്മൾ കാണണം. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കേവലം ഒരു സ്റ്റേറ്റിനകത്തെ രാഷ്ട്രീയം മാത്രമല്ല. ഇടതുപക്ഷം എന്ന് പറയുന്നൊരു ആശയമാണ്, ജനാധിപത്യത്തിനോടുള്ള ബോധമാണ്, പരസ്പര ബഹുമാനമാണ്. ആ സ്പേസ് നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയം വളരെ മോശമായി ലോകത്ത് വരുന്നു. അത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഞാനിങ്ങ് എടുക്കുക എന്ന്, ഇവിടെ തൃശ്ശൂർ എടുക്കുക എന്നൊരു BJP നേതാവ് പറഞ്ഞ പോലെ, ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം എന്ന് അതിങ്ങ് തന്നോണം, അല്ലെങ്കിൽ നാറ്റോയിൽ നിന്ന് ഇനിയൊക്കെ പൊക്കോണമെന്ന് പറയുന്ന തരത്തിലേക്ക് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറുടെ കാലത്തിനേക്കാളും മോശമായ തരത്തിലേക്ക് എത്തുകയാണ്. അവിടെയാണ് ഒരു ചെറിയ തുരുത്ത് പോലെ കേരളത്തിൽ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുള്ളത്. ഇവിടെ ഇടതുപക്ഷം ശക്തമായില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ കേരളവും മോശമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഇത്രയും തെരഞ്ഞെടുപ്പുകളുടെ കുറേ കാലത്തിന് ശേഷം ഇടതുപക്ഷം 87 ജയിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 5 പേരെയാണ് ഒരു ഓലമേഞ്ഞ പാർട്ടി ഓഫീസിൽ നിന്ന് അവർ ഇലക്ഷൻ്റെ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടുത്തെ കോൺഗ്രസ്സുകാർ ആ പാർട്ടി ഓഫീസ് കത്തിച്ച് ചുട്ടുവന്നത്. ഇടതുപക്ഷം ശക്തമായതിനു ശേഷമാണ് കേരളത്തിൽ കലാപങ്ങളില്ലാത്ത, രാഷ്ട്രീയ സംഘർഷം പോലും കുറഞ്ഞത്. കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലത്ത് എവിടെ, ഏതൊക്കെ ജില്ലകളിലെടുത്തോ? BJP RSS വേണ്ട, തീവ്രവാദമായ മറ്റ് സംഘടനകൾ വേണ്ട. കോൺഗ്രസ് ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രീയം കളിക്കുന്ന സംഘടനയാണ്. ഈ നമ്മുടെ നാട്ടിലെ ബഹുമാനരായ സാംസ്കാരിക നായകന്മാർക്ക് ഉൾപ്പെടെ അറിയാം. മൊയ്യാർത്ത് ശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം സാംസ്കാരിക രംഗത്തെ കൂടി പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ചരിത്രം എഴുതിയ ആളാണ്, തച്ചു കൊന്ന ആളാണ് ഇവർ. അപ്പോൾ ഈ കുറുവടിപ്പടയായിട്ട് നടന്ന് ഇതെല്ലാം നടത്തി അങ്ങേയറ്റ് ഇപ്പം നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഈ നുണപ്രചരണം മാത്രം നടത്തുന്നത്. നടത്താനുള്ള അവസരം കിട്ടിയാൽ ഇടതുപക്ഷത്തിൻ്റെ ചെറിയ ആശയം പറയുന്ന കവികളെയും സാംസ്കാരിക നായകന്മാരെയും വരെ ആക്രമിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ല, ഇറ്റ് ഈസ് എ കൾച്ചർ. ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു സംസ്കാരമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു പരസ്പരം ഉൾക്കൊള്ളുന്നതിൻ്റെ ബോധമാണ്. ലോകത്താകെ അതിനെ തകർക്കാൻ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്ന കാര്യം കൂടി നന്നാക്കാൻ വേണ്ടി പറയുന്നത് അല്ല, ശരിയല്ല. അത്തരം കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ. വളരെ ഗൗരവമായ പ്രശ്നമാണ് ഇടതുപക്ഷത്തിൻ്റെ എക്സിസ്റ്റൻസും അതിൻ്റെ സ്ട്രെങ്തനിങ്ങും. ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ പറഞ്ഞ ഈ സാന്നിധ്യം, അതിൻ്റെ ഒരു അനിവാര്യതയെക്കുറിച്ച് പറയുമ്പോൾ ഈ സമീപകാലത്തെ ഒരു കാഴ്ച വലിയ തോതിൽ എല്ലാവരും ഏറ്റെടുത്തതാണ്. ആ ചിത്രത്തിലേക്ക്, ആ ദൃശ്യത്തിലേക്ക് ഒക്കെ മനുഷ്യൻ കണ്ണുപായിച്ച് ഇങ്ങനെ നിന്നു. ഞാൻ നോക്കുമ്പോൾ ആ വേദിയിൽ തൊട്ടപ്പുറത്തൊരാൾ വിസ്മയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലായിരുന്നു. ഞാൻ പറഞ്ഞത് ഏതാണ് എന്ന് അങ്ങേക്ക് മനസ്സിലായില്ല, ഓർമ്മയിലേക്ക് വന്നില്ലെങ്കിൽ, ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയുമായി കാണുന്ന ആ കാഴ്ചയിൽ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ധനകാര്യമന്ത്രിയെ കൂടി ഞങ്ങൾ ആ കാഴ്ചയിലും ആ നോട്ടത്തിലും അത് ഒരു വികാരപരമായ ഒരു രംഗമായിരുന്നു. കാരണം ഫാറൂഖ് അബ്ദുള്ളയെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ UPA ഗവൺമെൻറ്റിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു കുറച്ചു കാലം, അപ്പോൾ അവരുടെ പാർട്ടി തന്നെ. അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 90-ാം വയസ്സിൽ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്, അദ്ദേഹത്തിൻ്റെ ആ വിഗർ, ആ ഫൈറ്റിംഗ് വിഗർ, ഇത്രയും നല്ലൊരു നാടില്ല. അദ്ദേഹം പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിൻ്റെ പേരിൽ അക്രമം ഏറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ആരുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കകത്ത് നിൽക്കാൻ കൃത്യമായ തീരുമാനമെടുത്തത്, ഞങ്ങളിപ്പോഴും ഇന്ത്യയുടെ ഭാഗമാണ്, I am a Muslim, I am an Indian എന്ന് അദ്ദേഹം പറഞ്ഞവിടെ.
പക്ഷേ ഞങ്ങളെ വല്ലാതെ അവമാനിക്കുന്നു എന്ന് പറയുന്ന കാര്യമെല്ലാം അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഫേക്കായിട്ടുള്ള പല പ്രചരണം നടത്തുന്നുണ്ടല്ലോ ഈ വർഗീയത ഉപയോഗിക്കാൻ. ഇപ്പം കേരളത്തിലെ ഒരാൾക്ക് പോലും, ഇവിടെ ജനിച്ചു വീണ ഒരാൾക്ക് പോലും പൗരത്വത്തിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വരില്ല എന്ന് തൻ്റെ അടുത്തോടെ പ്രഖ്യാപിച്ച നേറ്റിവിറ്റി കാർഡ് പാസ്സാക്കിയ, ബില്ല് പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അത് മറ്റെവിടെയും നടത്തുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ ഒരാളും പോകേണ്ട കാര്യമില്ല. ഞാൻ അവിടെ സംസാരിച്ച് പറഞ്ഞു, അയ്യപ്പനും വാവരും എത്രയോ പഴക്കമുള്ളൊരു കൺസെപ്റ്റാണ്. വാവരായതിൻ്റെ പേരിൽ കേരളക്കാരനല്ലാതാവും എന്ന് പറയുന്ന പോലെയാണല്ലോ ഈ പല സംസ്ഥാനത്ത് നടക്കുന്ന കാര്യം. അതെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റേറ്റ് ഇത്തരം ഞങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ കള്ളപ്രചരണം നടത്തുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് മുറിഞ്ഞുപോയി, സംസാരിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏജിലൊരാൾ അങ്ങനെ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും കണ്ണ് നിറഞ്ഞു. കാരണം അദ്ദേഹത്തെ പറ്റി എത്രയോ വലിയ ഫറൂഖ് അബ്ദുള്ളയുടെ, അദ്ദേഹത്തിൻ്റെ ഷേഖ് അബ്ദുള്ളയുടെ സ്വാതന്ത്ര്യ സമരസ്ഥാനത്ത് ഹരിസിംഗ് രാജാവിനെതിരെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നിന്ന കാര്യം ഉൾപ്പെടെ, വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത നിലപാടിനെ പറ്റി എല്ലാം പറഞ്ഞൊരു മനുഷ്യൻ. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു വലിയ പ്രതീക്ഷയാണെന്ന് വന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം ആലിംഗനം ചെയ്തു എന്ന് പറയുന്നൊരു വളരെ വളരെ റിമാർക്കബിൾ, ജീവിതത്തിലെ ഏറ്റവും റിമാർക്കബിൾ ആയ ഒരു രംഗത്തിന് മിനിസ്റ്റർ, അതായത് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഹൃദയവേദന മുഴുവൻ ആ ചുമലിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം വല്ലാതെ അങ്ങ് കശ്മീരിൽ നിന്ന് രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തെത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചുമലിലാണ്. അത് വല്ലാത്തൊരു വലിയൊരു രംഗമാണ്. പണ്ട് ഗുജറാത്ത് കലാപം കഴിഞ്ഞിട്ട് കൽക്കട്ടയിലേക്കും പിന്നെ കേരളത്തിലേക്കും വന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവിടുന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട്. ഈ നാട്ടിൽ മനുഷ്യന് ജീവിക്കാം. ഇവിടെ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ എന്താണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാൻ ആരും വരത്തില്ല. നിങ്ങളുടെ ചോറ്റുപാത്രം തുറന്നാരും നോക്കത്തില്ല. നിങ്ങൾ വഴി കൂടെ പോകുമ്പോൾ നിങ്ങളെ ആക്രമിക്കത്തില്ല എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ സുരക്ഷിതത്വം ലോകത്ത് എവിടെയോ ഉള്ളത്. ഇവിടെ ഒരു കൺവീനിയൻസ് ആയി മാറി. അതുകൊണ്ടായിരിക്കാം ചിലർക്കെങ്കിലും തോന്നുന്നതാ ഇനി ഇത് കുറച്ചൊന്ന് മാറി നിൽക്കട്ടെ. അത് തോന്നുന്നതാണ്. അതെ, അതൊരു തോന്നലാണ്. ആ സുഖം നമ്മൾ അങ്ങ് കൂടുതലായി അനുഭവിച്ചു പോയെന്ന് തോന്നും. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഇടതുപക്ഷക്കാരൻ മാത്രമായി. ഫിനാൻസ് മിനിസ്റ്ററിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു വന്നാൽ കടം കുറഞ്ഞു എന്നുള്ള കാര്യവും കൂടി ഉണ്ട്. കടത്തിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ എന്നാണ് പ്രതിപക്ഷം കുറച്ചുകൊണ്ടുവന്ന ഒരു കാലമായിരുന്നു എന്ന് പറയുന്നത്. ആ ഒരു പശ്ചാത്തലമുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതിനിടയിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തെ, ഈ വികസനത്തെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചാണ് തന്നെയാണ് പോയിട്ട്. ആ ക്ഷേമ പെൻഷനൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം. ഇപ്പോൾ കൊല്ലത്തും കൊട്ടാരക്കരയിലും ഒക്കെ ഇങ്ങനെ പോകുമ്പോഴും ആളുകളുമായി കൂടുതൽ സഞ്ചരിക്കുമ്പോഴും അവരുടെ ആ ഒരു സംതൃപ്തി അത് നേരിട്ട് അനുഭവപ്പെടാറുണ്ടോ, പറയാറുണ്ടോ? അത് നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ പ്രശസ്തനായ ഒരു തുള്ളൽ കലാകാരൻ അവിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ. അപ്പോൾ അവിടെ പ്രായമായൊരു സ്ത്രീ, കൊച്ചു 4-5 വയസ്സേ ഉള്ളൂ. അപ്പം അവൻ എൻ്റെ അടുത്ത് വന്ന്, ഞാൻ എൻ്റെ അടുത്ത് തന്നെ അവിടെ എത്തി. കാരണം തിരക്ക് അവിടെ മരണ സമയത്ത്. അപ്പോൾ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മൂമ്മ പറഞ്ഞു, എടാ ഇതറിയാവോ, ഇതാരാ നിനക്ക്? അപ്പോൾ അവന്, എടാ അമ്മൂമ്മയ്ക്ക് പെൻഷൻ തരത്തില്ലയോ? ആ പെൻഷൻ തരുന്ന മന്ത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞിനെങ്ങനെ പെൻഷൻ്റെ കാര്യം അറിയാം? അത് ഞാൻ ചോദിച്ചല്ല, പെൻഷൻ വരുമ്പോൾ നിങ്ങൾ വല്ലതും മേടിച്ച് കൊടുക്കുമായിരിക്കില്ലയോ മുട്ടായിയൊക്കെ? അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ആ അമ്മൂമ്മ അവൻ കൊച്ചുമാവനോട് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ വേറെ ചില പ്രായമായി പോയി, ഇതിനേക്കാളും വളരെ പ്രായമുള്ള ഒരു മുത്തശ്ശി അവർ പറഞ്ഞു, ഇപ്പം തരുന്നത് എനിക്ക് വേറെ ആരെയും ചുറ്റുപാടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ഈ തരുന്നത് ഇങ്ങ് തന്നാൽ മതി കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല തരുന്നത് ഇങ്ങ് തരണം പെൻഷൻ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കൃത്യമായിട്ടത് തരാൻ നമുക്ക് ഏർപ്പെടും. കൃത്യമായിട്ടൊന്നും തരണ്ട, എല്ലാ മാസവും ഇങ്ങ് തന്നാൽ മതി. ഒരു പ്രായമായ കശുവണ്ടി തൊഴിലാളിയൊക്കെ ആയിരിക്കും, അവരൊറ്റയ്ക്കേ ഉള്ളൂ ആ വീട്ടിൽ. ഞാൻ പറഞ്ഞത് ഈ ആളുകളുടെ മനസ്സിൽ ഈ ചെല്ലുന്നത് ഒരു കുളിർമ തന്നെയാണ്. പിന്നെ ഈ 1000 രൂപ കിട്ടിയത് വേറെയാണ്. പക്ഷേ ഇത് 62 ലക്ഷം പേർക്ക് കിട്ടുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇപ്പോൾ ചെല്ലുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരു പ്രത്യേകത, അംഗൻവാടി, ആശ, അവരുടെ വലിയൊരു പിന്തുണ കാണാം. എല്ലാ സ്ഥലത്തും അത് കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ആ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഈ പറഞ്ഞ അനുഭവങ്ങളുണ്ടല്ലോ മനുഷ്യരുടെ ജീവിതത്തിലും അവരുടെ, എനിക്കൊന്ന് വയോജന സംരക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ലോകത്തിന് തന്നെ എടുക്കാവുന്നത്. കാരണം 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യരെ അങ്ങനെ ചേർത്ത് പിടിക്കുക, ഒരു പെൻഷൻ പോലും ഇല്ലാത്ത ഒരു 60 വയസ്സ് കഴിഞ്ഞവനും ഈ നാട്ടിലുണ്ടാവരുത് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുക. ആ അനുഭവം പങ്കുവെക്കുന്ന ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു മാസം 4000 രൂപ പെൻഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. മറ്റു മക്കളുടെ ഒന്നും ആശ്രയമില്ലാതെ ഗവൺമെൻറ് തരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ ദൈനംദിനമായ ചിലവും മരുന്നും മറ്റാവശ്യങ്ങളും നടക്കുന്നത്. 2 മക്കളുണ്ട്. അവരുടെ മുമ്പിലൊന്നും കൈ നീട്ടാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെ ഇടയ്ക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ പൈസ കിട്ടുന്നതും എൻ്റെ മരുന്ന്, എൻ്റെ ചായ കുടി,
എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. പെൻഷൻ വീട്ടിൽ കൊണ്ട് തരുന്നുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാം അത് കിട്ടിയതുകൊണ്ട് എല്ലാ ചിലവും കഴിയുന്നു. വേറെ പെൻഷൻ ഒറ്റ പെൻഷനേലും അതായത് എൻ്റെ മരുന്ന് എൻ്റെ ചായ കൂടി മക്കൾക്ക് കൊടുക്കാൻ കൊച്ചുമക്കൾക്ക് വല്ലതും ഒരു കൊടുക്കും, അഭിമാനമാണെന്നാല് കൊച്ചുമക്കൾക്കൊക്കെ വല്ലപ്പോഴും വല്ലതും കൊടുക്കും, മക്കൾക്ക് വല്ലതും കൊടുക്കും. അതൊരു ചെറിയ കാര്യമല്ല, നമ്മൾ ഒരു കാലത്ത് കോൺഫിഡൻസ് ആണ്. ഞാനൊരു മാധ്യമപ്രവർത്തന രീതിയിൽ പറയാം, നട തള്ളുക എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലം പണ്ടുണ്ടായിരുന്നു. പരമ്പരകൾ ചെയ്തിരുന്നു. വലിയ മഹാക്ഷേത്രങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ കൊണ്ട് മാതാപിതാക്കളെ നടതള്ളി പോകുന്ന മനുഷ്യരുടെ ഒരു നാട്. ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അത്തരം വാർത്തകളിലേക്ക് നമ്മുടെ നാട് അങ്ങനെ പോകുന്നതായിട്ടൊന്നും ഗായത്രിയുടെ ശ്രദ്ധപ്പെട്ടൊന്നും എനിക്കറിയില്ല. ഒരു വലിയ മാറ്റമാണ്. അല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെൽഫെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് സോവിയറ്റ് കാലഘട്ടം ഓർമ്മ വരുന്ന തരത്തിൽ ആണ് വെൽഫെയർ നടപ്പിലാക്കുന്നത്. പക്ഷേ വേറെ എക്സ്റ്റേണൽ ഹെൽപ്പ്, നമുക്ക് കിട്ടേണ്ടുന്ന ഹെൽപ്പ് ഒന്നും തന്നെ ഇല്ല എന്നും കൂടി നമ്മൾ കാണും. 12,000 രൂപ കൊടുക്കുന്നത് 250 കോടിയേ ഉള്ളൂ കേന്ദ്രത്തിൽ നിന്ന് ആകെ ഉള്ളൂ. അതൊന്നും കിട്ടുന്നില്ല. അതിലും കൂടുതൽ നെല്ലിൻ്റെ കാര്യത്തിലൊക്കെ കിട്ടാനുണ്ട് പല. അതെ, ഇതിലെ ക്ഷേമം എന്ന് പറയുന്നതിലെ കോമ്പിനേഷൻ. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, സർക്കാർ ജീവനക്കാരുണ്ട്, സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും ഒക്കെയുള്ള ചെറുതും വലുതുമായ നിരവധി പെൻഷൻ പദ്ധതിയുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിലൊരു ഘടകമാണത്. നമ്മുടെ മറ്റ് ആരോഗ്യ സേവനങ്ങൾ, വിദ്യാഭ്യാസം, ആ നിലയിൽ ജീവിത നിലവാരം ഉയരുമ്പോൾ തന്നെ അഭിമാനബോധത്തോടു കൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ അതിനൊരു സ്വാശ്രയത്വമുണ്ട്. അത് വളരെ എനിക്ക് ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പഴയ പല ആളുകളും കാണുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നതിന് കാരണം എനിക്ക് പെൻഷനാണ്. സർവീസ് പെൻഷൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട പെൻഷനാണ്, മെച്ചപ്പെട്ട പെൻഷൻ ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞ അതൊന്നും അല്ല, നമ്മളിപ്പോൾ ഇവിടെ TV കാണിച്ചത് 2000 രൂപ പെൻഷനാണ്. പക്ഷെ 2000 ആണെങ്കിലും അതുകൊണ്ട് എനിക്ക് മരുന്ന് വാങ്ങാൻ കഴിയുന്നു, മക്കളെ സഹായിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നവിടെ അതിനകത്ത് ഭക്ഷണം, ചികിത്സ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അല്ലാതെ നമ്മുടെ സംവിധാനത്തിൽ മറ്റു ഇതിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ പ്രതികരണം കേരളത്തിന്റെ അതുപോലെ സൗജന്യ ചികിത്സ, പെൻഷൻ, ഇതെല്ലാം പ്രശ്നമില്ല. എന്റെ ചായയോടെയൊക്കെ 10 രൂപയ്ക്കും 2 രൂപയ്ക്കും കിട്ടുന്ന അരി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ ആശുപത്രിയിൽ എത്ര ആയാലും അല്ല, രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് ഈ ജീവനക്കാർക്ക് മെഡിസെപ്പ് വന്നതോടുകൂടി നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽസ് സാധാരണക്കാർക്ക് കൂടുതൽ ഓപ്പൺ ആയല്ലോ, അവർക്ക് കൂടുതൽ ആക്സസ്. പക്ഷേ അതിലേക്ക് സ്വകാര്യ ആശുപത്രികൾ കൂടുതലായി വരേണ്ടതുണ്ട് എന്നതൊക്കെ. അതിനകത്ത് നമ്മൾ നമ്പർ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്പർ ഇപ്പോൾ കൂടുന്നുണ്ട്. ഇപ്പം മെഡിസെപ്പ് 2 ആണ്. അതിനകത്ത് കുറച്ചുകൂടി നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം എന്നുള്ള 5 ലക്ഷമായി. ഒരേ ആശുപത്രി തന്നെ മൊത്തം ചികിത്സ ചെയ്യാം. ചില ആവശ്യങ്ങൾ വരുന്നുണ്ട്, ചില സ്പെഷ്യാലിറ്റി ചികിത്സ ചില ആശുപത്രി ഉള്ളൂ, അവിടെ തന്നെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്പർ കൂടി വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, മെഡിസെപ്പിൽ 97% ക്ലെയിംസ് അവർ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളും വളരെ താഴെയാണ്. ഇൻഷുറൻസ് കൊടുത്താലും ആ ശതമാനത്തിലേക്കൊന്നും വരില്ല. 60%, 63%. ഇതിൻ്റെ ഒരു റേറ്റ് ഉണ്ട്, നമ്മുടെ IRDA പ്രസിദ്ധീകരിച്ച റേറ്റ് ഉണ്ട്. ആ റേറ്റിൽ നമ്മുടെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ അവർ വാങ്ങുന്ന ക്ലെയിമും സെറ്റിൽ ചെയ്യുന്ന തുകയും, അതാണ് ICR റേറ്റ്. ആ റേറ്റിലെല്ലാം വരുന്ന കണക്ക്, ഞാൻ സ്ഥാപനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ ആളുകൾ ഉപയോഗിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ എല്ലാം റേറ്റ് 60%, 62% ഇതാണ്. ഓറിയന്റൽ ഇൻഷുറൻസ് 97, 99, 97, 100% വന്നിട്ടുള്ള കമ്പനികളുണ്ട്. ഇതെല്ലാമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പബ്ലിക് ഓഡിറ്റിൽ ക്ഷേമത്തിൻ്റെ വിവിധ തലങ്ങളാണ് ശരിക്കും പരിശോധിച്ചത്. അതിൽ ഗായത്രി പലതവണയായി വളരെ ലാൻഡ്മാർക്കായി സമീപകാലത്ത് വന്ന ഒന്നാണ് ഈ സ്ത്രീകളുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഏറ്റവും പുതിയ തലം. അവിടെയാണ് മന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി നിലവിളക്ക് കൊളുത്തിയ ഘട്ടത്തിൽ തന്നെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകപ്പെട്ടു എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടൊരു നല്ല നിരീക്ഷണത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാം. നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്നൊരു വാക്ക്. പലപ്പോഴും ആ ഡിഗ്നിറ്റി ഒന്നും ആരും കൺസിഡർ ചെയ്യാറില്ല. സാധാരണ തൊഴിലെടുക്കുന്ന വീട്ടമ്മമാരല്ലേ, വീട്ടിലെ പണി ചെയ്യുന്നവർക്ക് അതൊരു തൊഴിലായിട്ട്, വീട്ടമ്മ എന്ന് പറയുമ്പോൾ വീട്ടിലൊരു പണിയില്ല, അത് വെറുതെ ഇരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഒരു വീട്ടിലെ ജോലി രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ തീരില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ പെൻഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കരുതലോടെ എടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസം എങ്ങനെ വേണം എന്ന് സർക്കാർ അവരോട് തന്നെ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളെ പലയിടത്താക്കരുത്, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം. അവിടെ നിന്നൊരു മോഡൽ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം വന്നു. ഇപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഈ സാമൂഹ്യക്ഷേമ പദ്ധതി, അതിൻ്റെ ഒരു ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഒന്ന് ക്യുക്കായി നമുക്ക് അതങ്ങ് കൺക്ലൂഡ് ചെയ്യാം. സാമൂഹ്യക്ഷേമ പദ്ധതി നേരത്തെ കഴിഞ്ഞ
കുറേ കാലമായി ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ LDF മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അത് പറയുമ്പോൾ അതൊരു ചെറിയ ബാധ്യതയല്ല, വലിയ ബാധ്യത അറിയാം. ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെപ്പറ്റി പലതരത്തിലുള്ള ചർച്ച നടത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റ് ലാസ്റ്റ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ച പറയുന്നത് കൊടുക്കാനല്ല. അപ്പോൾ നവംബർ മാസം 1 തൊട്ട് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം എങ്കിലും കൊടുത്തു തുടങ്ങുമ്പോൾ ഉറപ്പായല്ലോ ഇത് കൊടുക്കാനാണ് പറ്റും. വി ആർ കേപ്പബിൾ ടു ഡു ദാറ്റ്. അങ്ങനെ വന്നിട്ടാണ് ഇതെല്ലാം നമ്മൾ ഈ വർധന ഇതെല്ലാം കൊടുത്തത്. അപ്പോൾ അത് പിന്നെ നടപ്പിലാക്കണമെന്നുള്ളത് നമ്മുടെ LDFൻ്റെ മാനിഫെസ്റ്റോ ആണ്. എത്ര ബുദ്ധിമുട്ട് വന്നാലും കൊടുക്കണം, അതിൻ്റെ സമയം നോക്കിയിട്ട് അതനുസരിച്ച്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആ ഇലക്ഷന് തൊട്ട് മുമ്പായി മിനിസ്റ്ററുടെ പാർട്ടിയിലുള്ള ആളുകൾ പരസ്പരം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ ഇലക്ഷൻ പ്രചരണം, ഇത് കൊടുക്കുമായിരിക്കുമോ, സ്ത്രീകൾക്കൊക്കെ ഇതൊക്കെ വലിയ പ്രഖ്യാപനമല്ലേ, ഇതൊക്കെ വീട്ടിൽ പോയി പറയണോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അവർ ഞെട്ടിയിരിക്കുകയാണ്. ഇത് എങ്ങനെ സാധ്യമായി എന്നുള്ളത്. കൂടുതൽ സ്ത്രീകളുടെ ഒരു ഫീൽ എന്താണ്, റെസ്പോൺസ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രതികരണം നോക്കാം. പൊതുവെ നല്ല കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വീട്ടിൽ ഒരു വരുമാനം ഇല്ലാതിരിക്കുകയല്ലേ, നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലിപ്പോൾ ഒരാൾ മാത്രമല്ലേ വരുമാനം കൊണ്ടുവരുന്നുള്ളൂ. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാണ്ട് കേരളം ഒന്നടങ്കം 2 കൈ നീട്ടി ഈ പദ്ധതിയെ സ്വീകരിച്ചതാണ്. ഞങ്ങളെപ്പോലുള്ള 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാനും അതിലൊരു അപേക്ഷകയാണ്. ജീവിതാവശ്യങ്ങളും സാമ്പത്തിക ആവശ്യങ്ങളും പലവിധത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷനായ 1000 രൂപ ഞങ്ങൾക്കൊരു കൈത്താങ്ങാണ്. ഗായത്രി, പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇതൊന്നും ജനം വിശ്വസിക്കില്ല. ഗായത്രിക്ക് അതിൽ വിശ്വാസമാണ്. ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ നടക്കുന്നതേ ഉള്ളൂ, പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയിപ്പം ഫെബ്രുവരി 28 വരെ വീണ്ടും അപേക്ഷ കൊടുക്കുന്ന സമയമുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ വരണമെങ്കിൽ ആ എൻറോൾമെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ധാരാളം ആൾക്ക് കിട്ടും. ഇപ്പം 10 ലക്ഷത്തിലധികം ആൾക്കാർക്ക് ആദ്യം തന്നെ പോയി തുടങ്ങി, ബാക്കി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ബാക്കി അപേക്ഷയും ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടി നമ്പർ കൂടുതൽ വരും തന്നെയാണ്, അതിനനുസരിച്ച് ഇനിയും കിട്ടും. അല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ ഇതൊന്നും ആളുകൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ പ്രായത്തിലെ ഒരു സാധാരണ ആൾ, ഇപ്പോൾ PSCയോ അല്ലെങ്കിൽ UPSCയോ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഞങ്ങളെന്നൊരു വിഭാഗം ഉണ്ടെന്നൊക്കെ ഒരു സർക്കാർ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ, വീട്ടമ്മമാർ ശരി, നമ്മൾ കാലങ്ങളായി സ്ത്രീകളുടെ വിഷയങ്ങൾ പറയുന്നുണ്ട്, ആരാണ് തൊഴിൽ അന്വേഷകരുടെ അങ്ങനെ ഒരു വിഭാഗം, ചെറുപ്പക്കാരുടെ, ഇതൊക്കെ ആര് കാണുന്നു? അത് ആ 1000 രൂപ എന്ന് പറയുന്ന തുകയിലല്ല, ആ കൺസേണിലാണ്, ആ കൺസിഡറേഷനിലാണ് യുവാക്കളുടെ ഒരു സമാധാനം, സന്തോഷം. ഗായത്രി പറഞ്ഞതൊരു വളരെ ഗൗരവം ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് സർക്കാരിൻ്റെ ആ സ്കീം കണക്ട് ടു വർക്ക് എന്നുള്ളത്. ഗായത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനെ കുറിച്ച് നമുക്കെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ അറിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ യുവാക്കൾക്ക് എന്താ ജോലിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ചെറിയ ചെറിയ ചിലവുകൾ എല്ലാം തന്നെ അവർക്ക് വലിയ ബാധ്യതകളായി വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ സഹായിക്കുന്ന രീതിക്കകത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്നുള്ള സ്കോളർഷിപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമേ ഉള്ളൂ. പഠിത്തം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വരെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടും. കണക്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ പോലെയുള്ള യുവതി യുവാക്കൾക്ക് കിട്ടുന്ന 1000 രൂപയെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഞങ്ങളുടെ പല ആവശ്യങ്ങൾ നിറവേറ്റുവാനും അതേപോലെ തന്നെ ഒരു ആവശ്യത്തിനും വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നും ഉള്ളൊരു ഇത് ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുമുണ്ട്. ഭരണനിർവഹണത്തിലെ ഫയൽ നീക്കം, ഫയലുകൾ കെട്ടിക്കിടക്കുക, ചുവപ്പ് നാട, അഴിമതി, മന്ത്രിതല രാഷ്ട്രീയതല അഴിമതി എന്ന് പറയുന്നത് തീരെയില്ലാത്ത നാടായി കേരളം മാറിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ അഴിമതിയെക്കുറിച്ച് അങ്ങനെ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കത്തുമില്ല. പക്ഷേ അതിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ടോ? ഭരണനിർവഹണത്തിൽ, ഫയൽ നീക്കത്തിൽ, ചുവപ്പ് നാട ഒഴിവാക്കുന്നതിൽ, ഈ ഗവേണൻസിൻ്റെ വരവ് എവിടെ നിൽക്കുന്നു കേരളം? ഇതിലെല്ലാം വലിയ കുതിച്ചുചാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച അതിലൊരു കാര്യം ഞാൻ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കടമാണ് എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് ക്ലച്ച് പിടിക്കും. നമ്മളൊരു വീട് വെച്ചാൽ, നമ്മളൊരു വാഹനം വാങ്ങി, എന്തെങ്കിലും ഒരു സൗകര്യം നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയാൽ ആളുകളോട് ചോദിച്ചാൽ അത് അവിടെ നിന്ന് ലോൺ എടുത്തു എന്ന് നാട്ടിൽ പറഞ്ഞ് ശീലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രചരണം നടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ കടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കുറവ് വന്നു. വരുമാനത്തിൻ്റെ വർധനവ് 7ാം സ്ഥാനത്തോ മറ്റാണ്. പ്രതിശീർഷ വരുമാനം ഇന്ത്യയിൽ 7ാം സ്ഥാനത്ത് ആണ് കേരളം നിൽക്കുന്നതെന്നാണ് അടുത്ത കാലത്ത് വന്ന കണക്ക്. ആ നിലയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റമാകെ ഉണ്ടാക്കുന്നതിൽ ഇടപെടുന്നത് കൂടിയാണ് ഭരണനിർവഹണ സംവിധാനം. വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ചെലവ് കൃത്യമായ ധനമാനേജ്മെൻറ്റ് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നയത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്.
ആ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുന്നതിനും പ്രവർത്തനം നടത്തുന്നതിനും കേരളത്തിൻ്റെ സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നതിനും ആ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സിവിൽ സർവീസിനെ സജ്ജമാക്കി. സിവിൽ സർവീസിന് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ ഫയലും ജീവിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. പോരായ്മകൾ പൂർണ്ണമായും എത്തിയെന്ന് ഞാൻ പറയില്ല, പക്ഷേ വലിയ അളവിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഓരോ ജീവിതത്തെയും കാണാൻ നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി മാറി. അഴിമതി കുറഞ്ഞത് രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ മന്ത്രിമാർ അഴിമതിക്കാരല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജീവനക്കാരും ആ നിലയിൽ അതിൻ്റെ ഭാഗമായി പരിശോധനയിൽ വന്നിട്ടുണ്ട്. നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിയമസഭയിൽ തന്നെ അതിൻ്റെ ഭാഗമായി പിരിച്ചുവിട്ടവരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതിൻ്റെയൊക്കെ കണക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു. അഴിമതിയുടെ കാര്യത്തിൽ വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. ഭരണനിർവഹണ പ്രക്രിയയിൽ മാറ്റം വരുത്തുന്നത് സുതാര്യത കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടാണ്, ഗവേണൻസ് കൂടുതൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭരണനിർവഹണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥ പ്രവർത്തനത്തിൽ വന്നു. നേരത്തെ കെ സ്മാർട്ടിൻ്റെ ഭാഗമായിട്ട് 933 സേവനങ്ങളാണ് ഈ ഓൺലൈൻ. സ്മാർട്ടായിട്ട് പോകുന്നുണ്ടോ? ഗംഭീരമായി പോവുകയാണ്. നഗരമേഖലയിൽ തുടങ്ങി പഞ്ചായത്തിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് കെ സ്മാർട്ട് കൊണ്ടുവന്നു. ഭരണനിർവഹണ സംവിധാനത്തെ സ്പീഡാക്കുന്നതിന്, സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭരണ സംവിധാനത്തിൻ്റെ തട്ടുകൾ കുറയ്ക്കുന്നതിൽ, അതിനെ ശക്തിപ്പെടുത്തുന്നതിന് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ PSC നിയമനമാണെങ്കിൽ പുതിയ തസ്തിക 40,000-ഓളം പുതിയ തസ്തികയാണ് കേരളത്തിൽ പുതുത് സൃഷ്ടിച്ചത്. അപ്പോൾ സിവിൽ സർവീസിനെ കൂടുതൽ ശാക്തീകരിച്ചിട്ടുണ്ട്, വിപുലീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഒന്ന് സൂചിപ്പിച്ച പോലെ എൻ്റെ മനസ്സിൽ തോന്നിയത്, മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ UDF ഗവൺമെൻറ് എന്നൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങൾക്ക് ഇതൊക്കെ നല്ലോണം അനുഭവമുള്ളതാണ്. ഞാൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ടുണ്ട്. മോഡി സർക്കാരിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള UDF സർക്കാരും കേന്ദ്രവും കേരളവും ഒരേ രാഷ്ട്രീയ പാർട്ടി ഭരിച്ചിരുന്ന UDF കാലഘട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അന്നെല്ലാം സിവിൽ സർവീസിനെ ചുരുക്കിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ പറയുന്ന ആനുകൂല്യങ്ങളുടെ അതെല്ലാം കണക്കുകളിലാണ്. ഇന്നിപ്പോൾ സിവിൽ സർവീസിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെൻഷൻ്റെ ആവട്ടെ, ശമ്പള പരിഷ്കരണത്തിൻ്റെ ആവട്ടെ, ക്ഷാമബത്ത, ഇതെല്ലാം നിഷേധിക്കപ്പെട്ടതാണ് ഈ കാലഘട്ടം. ചരിത്രമൊക്കെ കേരളം ഒരുപാട് മികവോടെ മുന്നോട്ട് പോയതിൻ്റെ അനുഭവങ്ങളാണ്. പക്ഷേ ഗായത്രി, നമ്മൾ ഈ കാലത്ത് കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു മലയാളിക്കും പറയാതെ, ഓർക്കാതെ, ആലോചിക്കാതെ, പരസ്പരം പറയാതെ പോകാൻ കഴിയാത്ത ചിലതുണ്ട്. ഒന്ന് കിഫ്ബി, 2 ലൈഫ്, അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ കിഫ്ബി ലോകം കണ്ടൊരു വലിയ എക്കണോമിക് മോഡലാണ്. അത് എനിക്കൊന്ന് കേരളത്തിൻ്റെ ധനകാര്യം, അത് തോമസ് ഐസക് ആയാലും KN ബാലഗോപാലായാലും ഇങ്ങനെ കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ആശുപത്രികളും റോഡുകളും പാലങ്ങളും ഒക്കെ കാണുമ്പോൾ എത്ര വലിയ സ്ട്രെസ് ഉണ്ടെങ്കിലും ഒന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ അഭിമാനം സ്വയവും കൂടി തോന്നാൻ കഴിയുന്ന 2 ധനകാര്യമന്ത്രിമാരാണ് ഇവർ രണ്ടുപേരും കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ അതിൽ എനിക്കൊന്ന് ഇദ്ദേഹത്തിന്റെ സമയത്ത് കൂടുതലായി അത് ചെയ്യാനും കഴിയും. ഇംപ്ലിമെന്റേഷൻ ഏറ്റവും ശക്തമായി ഈ സർക്കാർ നമ്മൾ 40,000 കോടിയാണ് അതിൻ്റെ കിഫ്ബിയുടെ ആകെ ഇതുവരെ സ്പെൻഡിങ്, ആക്ച്വൽ സ്പെൻഡിങ്. അത് 30,000 കോടിയും ഈ ഘട്ടത്തിലാണ്. പക്ഷേ വേറൊരു കാര്യം കൂടെ, കിഫ്ബി വലിയ മോഡലാണ് എന്നുള്ളതും അത് വലിയ മാതൃകയാണ് നമ്മൾ. പക്ഷേ ആ കിഫ്ബി എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ചെലവിനകത്ത് വരുന്നതായിരുന്നില്ല, പുറത്തുനിന്ന് പ്രത്യേക ലോൺ എടുത്ത് തിരിച്ചടയ്ക്കുന്നതായിരുന്നു. ഇപ്പോൾ അത് മുഴുവനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൻ്റെ ഷോൾഡറിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏകദേശം 10,000 കോടി രൂപ കിഫ്ബിയുടെ പേരിൽ നമ്മൾ നേരത്തെ ഇതിന് പുറത്തുനിന്ന് കിട്ടുന്ന ബോറോയിങ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളാണത് കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഇവരുടെ കേന്ദ്രത്തിൻ്റെ തെറ്റായ നിലപാട് കാരണം, ഇത് ബ്രേക്ക് ചെയ്യാനുള്ള നിലപാട് കാരണം. പക്ഷേ നമ്മൾ കിഫ്ബിയുടെ സ്പെൻഡിങ്ങും പദ്ധതികളും താഴ്ത്തു വെച്ചില്ല, അത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ കിഫ്ബി ഉദ്ദേശതരത്തിൽ കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചില്ല. പക്ഷെ നമ്മൾ കിഫ്ബിയെ ഈ ഗവൺമെൻറ് ശക്തമായിട്ട് കൊണ്ടുപോകും. ഞങ്ങൾ വന്ന കിഫ്ബി നിർത്തുമെന്ന് പറഞ്ഞ ആളുകളാണ്, അവരെല്ലാം കിഫ്ബി പ്രോജക്റ്റിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും എന്താണ് കിഫ്ബിയെ ഇഷ്ടമല്ല, പക്ഷേ കിഫ്ബിക്ക് ബദൽ എന്താണെന്ന് ചോദിച്ചാൽ കിഫ്ബിയുടെ വർക്കുകൾ അവർക്ക് ഇഷ്ടമാണ്, വർക്ക് അവർക്ക് ഇഷ്ടമാണ്. എല്ലായിടത്തും അവർക്ക് വർക്ക് വേണമെന്ന് അവർ പറയും എല്ലായിടത്തും. കാരണം നമ്മൾ മണ്ഡലം നോക്കിയിട്ടല്ലല്ലോ, നാഷണൽ ഹൈവേ പോകുന്നതും വലിയ റോഡ് പോകുന്നതൊക്കെ മണ്ഡലം നോക്കിയിട്ടാണോ, UDF ആണോ LDF ഒന്നും നോക്കിയിട്ടല്ല. ബേസിക്കലി UDFൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഇന്നലെ നിയമസഭ പറഞ്ഞു, ഇവർ ടെർമിനേറ്റേഴ്സാണ്, കൺസ്ട്രക്റ്റീവ് അല്ല, ടെർമിനേറ്റേഴ്സാണ്. ഇത് മൊത്തം തകർക്കുക, ഞങ്ങൾ വന്നാൽ അതില്ലാതാക്കും, ഞങ്ങൾ വന്നാൽ അതില്ലാതാക്കും, ഞങ്ങൾ വന്നാൽ അത് നിർത്തും എന്നാണ്. ലൈഫ് നിർത്തുമെന്ന് ആരെങ്കിലും പറയൂ അത്ര ധൈര്യത്തിൽ? അതൊക്കെ ഒരു അസാമാന്യമായ ധൈര്യം വേണോ? അല്ല, ഇത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ
മതമാണ് പ്രശ്നം, കടമാണ് പ്രശ്നം, ഇങ്ങനെ കേരളത്തിൽ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിൽ ഈ കടമെന്ന് പറയുമ്പോൾ തന്നെ അത് വ്യക്തികൾ വീട്ടിലെടുക്കുന്ന കടം പോലെ അല്ലല്ലോ ഒരു സംസ്ഥാനത്തിൻ്റെ. അത് എക്കണോമിക്കലി സസ്റ്റൈൻഡായി നിൽക്കുന്ന ഏക സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ. അല്ല, വ്യക്തികൾ കടമെടുക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് 30 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം കടമെടുത്താൽ നിങ്ങൾക്ക് 15 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിലാണല്ലോ ബാങ്ക് കടം തരുന്നത്. സംസ്ഥാന ഗവൺമെന്റിനും റീപേ ചെയ്യാൻ പറ്റുന്ന കടമാണ് എടുക്കുന്നത്. അത് ഒരു വ്യക്തി, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി, ഒരു ഉദ്യോഗസ്ഥൻ വീടെടുക്കാൻ എടുക്കുന്ന കടത്തിനേക്കാളും വളരെ ശതമാനം കുറച്ചേ സംസ്ഥാനം എടുക്കുന്നുള്ളൂ. ഈസി ആയിട്ട് റീപേ ചെയ്യാമെന്നല്ലാതെ നമുക്ക് എടുക്കുന്നില്ല. അതുൾപ്പെടെ ഡെവലപ്മെൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ സമൂഹത്തിന് ഗ്രോത്ത് ഉണ്ടാവില്ല, ജോലി അവസരം ഉണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. കടം എല്ലാം കുറച്ച് ഞങ്ങൾ ഒന്നും വേറെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്നതല്ല വേണ്ടത്. അതൊരു ബേസിക് ഗ്രോത്തിന് പറ്റുന്ന, വികസനത്തിന് പറ്റുന്ന ഒരു എക്കണോമിക് മോഡലല്ല. കടമെടുത്ത് ഏറ്റവും അർത്ഥവത്തായ മൂല്യവത്തായ കൂടുതൽ കാര്യങ്ങൾ വരിക, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, നമുക്ക് ഈ ആലോചനയും ഈ വർത്തമാനവും ഒക്കെ അവസാനിപ്പിക്കാം. 1-2 കാര്യങ്ങൾ കൂടി ഒറ്റയടിക്ക് തീർത്തേക്കാം. അതായത് ഒന്ന്, ലോട്ടറി ഏറ്റവും വെല്ലുവിളി നേരിട്ട ഒരു കാലത്തെ അഭിമുഖീകരിച്ച ധനകാര്യമന്ത്രി, കേന്ദ്ര നടപടിയും നികുതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന്. അതുപോലെ തന്നെ വിലക്കയറ്റം, എവിടെയെങ്കിലുമൊക്കെ പ്രതിപക്ഷം വിമർശിക്കാൻ ഒരു സ്പേസ് കണ്ടെത്തുന്ന ഒന്നായിട്ട് വിലക്കയറ്റം സംസ്ഥാനത്ത് പലപ്പോഴും അവർ ഉയർത്തിയിട്ടുണ്ട്. അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന നടപടികൾ 5 വർഷക്കാലം ധനകാര്യമന്ത്രിക്ക് സപ്പോർട്ട് കൊടുത്ത് ചെയ്യാനായോ? ഒരു പ്രധാന തൊഴിലില്ലായ്മ നിരക്ക്, UDF LDF. ഈ ലോട്ടറി പോലെയുള്ള മേഖലകൾ ഏകദേശം ഇല്ലാതാവുന്ന തരത്തിലേക്കുള്ള പല ഇടപെടലും വന്നു. മറ്റ് സംസ്ഥാനത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ സ്വകാര്യ ലോട്ടറി വരാൻ, അത് നമ്മൾ വലിയ ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പോഴും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കേസ് നടത്തിയിട്ടാണ് നമ്മുടെ ലോട്ടറി ബിസിനസ്സിനെയും ലോട്ടറിക്കാരെയും സംരക്ഷിക്കുന്നത്. ലോട്ടറിയുടെ കാര്യം, ലോട്ടറിയിൽ വലിയൊരു വരുമാനം നമ്മുടെ നോൺ ടാക്സ് വരുമാനത്തിൽ വലിയ വരുമാനമായിട്ട് കാണും. പക്ഷേ 3% സംസ്ഥാന ഗവൺമെൻറ് വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ അതിൻ്റെ മാർജിൻ. ബാക്കി മുഴുവൻ സമ്മാനം കൊടുക്കും. 1 ലക്ഷം ആളുകളെങ്കിലും ജീവിക്കാനുള്ള സംവിധാനമാണ് ഈ ലോട്ടറി. അപ്പോൾ അത് ലോട്ടറി സംവിധാനം വലിയൊരു തൊഴിൽ മേഖല കൂടിയാണ്. പക്ഷേ ലോട്ടറിയുടെ പേരിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഇപ്പോൾ ഇല്ലാതാക്കാൻ ടാക്സ് കൂട്ടി. ഇല്ലാതാക്കാൻ ഞാൻ ടാക്സ് 40% ആക്കി. അവിടെയും നമ്മളത് കുറച്ചുകൂടി എല്ലാവരുടെയും, സർക്കാരിൻ്റെ ഉൾപ്പെടെ കുറച്ച് ഈ പറഞ്ഞ മാർജിനും മറ്റതെല്ലാം കുറച്ച് ലോട്ടറി നിലനിർത്തി. അപ്പോൾ ലോട്ടറി എന്ന് പറയുന്നത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ലോട്ടറി ഏറ്റവും കൃത്യമായി സുതാര്യമായി നടക്കുന്നൊരു സംസ്ഥാന ലോട്ടറിയാണ്. 25 കോടി ഒന്നാം സമ്മാനം എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പലതും നടത്താൻ പറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല എല്ലാ മേഖലയും അത് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ഗായത്രി സംസാരിച്ചത് വെച്ചിട്ട് പലപ്പോഴും മാധ്യമങ്ങൾ ശരിയായ കാര്യങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യുന്നില്ല, അർത്ഥശൂന്യമായ വിവാദങ്ങളിൽ നിൽക്കുന്നു, നുണകളിൽ നിൽക്കുന്നു എന്ന് പറയുന്ന, പക്ഷപാതിത്വത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പബ്ലിക് ഓഡിറ്റിലൂടെ ഒരു 5 വർഷക്കാലത്തെ ഈ പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിനെ പോലെ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ സൂക്ഷ്മമായി കുറേയേറെ സംസാരിക്കാനായോ? എന്താണ് വിലയിരുത്തൽ? ഇത്തരം പ്രോസസ് കേരളത്തിൽ വേണ്ടതാണ്. ധനകാര്യ വകുപ്പിന് ആണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ വകുപ്പുകളും കൂടി പരിശോധിക്കുമ്പോൾ 10 out of 10 കൊടുക്കാൻ കഴിയുന്നത്. കാരണം ഇതെല്ലാം നടക്കണമെങ്കിൽ ഇത് നടക്കണമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തി എന്നും പുതിയ പ്രഖ്യാപനങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് നടക്കുമെന്ന വിശ്വാസം ആളുകൾക്ക്. അത് തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഗിമ്മിക്കല്ല എന്നുള്ളത് കഴിഞ്ഞ 4 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ആളുകൾക്ക്. മാധ്യമപ്രവർത്തകർക്ക് ധനകാര്യമന്ത്രിയെ കാര്യമായ സ്നേഹമാണ്. പക്ഷേ മാധ്യമങ്ങൾ ഒരു സ്നേഹം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം കല്ല് വെച്ച നുണ പ്രചരിപ്പിക്കാൻ മാധ്യമപ്രവർത്തകർക്കെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ പെൻഷൻ, ക്ഷേമ പെൻഷൻ്റെ കഴിഞ്ഞ ബജറ്റിലും കൂട്ടിയിട്ടുണ്ട്. സ്നേഹമുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ കേരളത്തെ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നു. ഇതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് ഈ നുണ പ്രചരിപ്പിക്കുക, അതിൻ്റെ മറുപടി ആളുകളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നത് മാധ്യമം ചെയ്യുന്ന വലിയ ക്രൂരത, ജനങ്ങളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പബ്ലിക് ഓഡിറ്റുമായി ഇറങ്ങിയത്. ശ്രീ അജിത് കുമാർ, ഇതിൽ തീർച്ചയായും കേരളത്തെ ഇപ്പോൾ നമ്മുടെ ചർച്ച തുടങ്ങിയത് ഏറ്റവും കൂടുതൽ ഞെരുക്കം അനുഭവിച്ച ധനമന്ത്രി എന്ന നിലയിലാണ് തുടങ്ങിയത്. ഞെരുക്കം യഥാർത്ഥത്തിൽ കേരളത്തിനാണ് ഉണ്ടാകുന്നത്, കേരളത്തിനാണ് സൃഷ്ടിച്ചത്. അത് ഏറ്റെടുക്കേണ്ടി വന്ന ഉത്തരവാദിത്വമാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്കുണ്ടായത്. ആ ഞെരുക്കം കേരളത്തിനുണ്ടായത് എങ്ങനെയെന്ന് ജനങ്ങളോടാകെ പറയാനും അത് മനസ്സിലാക്കിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനുമുള്ള ഒരു കാര്യവും യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് സീരിയസ് ആയ വിമർശനമാണ് ആണ് പ്രശ്നം. വസ്തുതയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നു, പിന്നെ കിളിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. ശരിയായ നിലയിൽ അത് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മുന്നേ നമുക്ക് ഇതിൻ്റെ പ്രതിരോധം ശക്തിപ്പെടുത്താമായിരുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ച ആശ്വാസം, ആളുകൾ പ്രകടിപ്പിച്ച ആശ്വാസവാക്കുകളുണ്ടല്ലോ,
അതിനേക്കാൾ മുമ്പേ സൃഷ്ടിക്കാമായിരുന്നു. ഇതിനേക്കാൾ വേഗതയിൽ നമുക്ക് ഇനിയും ഇതിന്റെ സഞ്ചരിക്കാം. എല്ലാം പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറയും, ഇവിടെ കൊടുക്കുന്ന എല്ലാ ക്ഷേമ ആനുകൂല്യങ്ങളുടെയും ഒക്കെ ഇപ്പോൾ APL കാർഡ് ആയതുകൊണ്ട് ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ അതും കൂടി പരിഗണിക്കണം. APL വിഭാഗത്തിലെ സ്ത്രീകളുടെ കാര്യം. ഇപ്പോൾ സ്ത്രീ, യുവജനം എന്നൊക്കെയുള്ള നിലയിൽ ഇപ്പോൾ ബർത്ത് റേറ്റ് കുറവാണെന്ന് പറഞ്ഞു. ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സർക്കാർ തുടരുകയാണെങ്കിൽ പ്രസവശേഷം ഈ സംസ്ഥാനത്താണല്ലോ കുഞ്ഞ് എന്നതിൽ സന്തോഷവും അഭിമാനവും ഉള്ള ഒരാൾ എന്നതാണ് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന്. മന്ത്രിയുടെ ഒരു അനുഭവവും പ്രതികരണവും എന്താണ് ഞാൻ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ? യഥാർത്ഥത്തിൽ മലയാളിക്ക് കേരളത്തെക്കുറിച്ച് വലിയ അഭിമാനബോധമുണ്ട്, കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് സൂക്ഷ്മമായി കാണുന്നുണ്ട്. പക്ഷേ മീഡിയ എന്നതിനെക്കുറിച്ച് കൂടിയാണ് ലാസ്റ്റ് ടൈം. മീഡിയ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകുന്ന ഒരു സ്ഥലം അത് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ അടിസ്ഥാനം കൊണ്ടുകൂടെയാണ് ഞാൻ പറയും അധികമാണ് എന്നുള്ള പ്രശ്നം ചിലപ്പോൾ വരാം. പക്ഷേ വിമർശനം വളരെ നല്ലതാണ് ചിലപ്പോൾ, പക്ഷേ വളരെ ബ്ലൈൻഡായിട്ടാണ് പറഞ്ഞു പോകുന്നത്. സ്റ്റേറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല. പലപ്പോഴും ധനകാര്യമന്ത്രി എന്ന നിലയിൽ നല്ല അത്ഭുതം തോന്നിയ സമയമുണ്ടോ ഓരോ വാർത്ത വായിച്ചപ്പോഴും വാർത്ത കണ്ടപ്പോഴും? അല്ല, സത്യവുമായി ഒരുപാട് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പലതും വരുന്നുണ്ടെന്ന് തോന്നാറുണ്ട്. പിന്നെ നമുക്കതൊന്നും എത്രയോ വർഷമായിട്ട് കാണുന്നതുകൊണ്ട് വിഷമം തോന്നാറില്ല. ഒരു കാര്യം ഞാൻ പറയാം, മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല മാധ്യമങ്ങൾക്ക് സന്തോഷം തോന്നാവുന്ന ധാരാളം കാര്യം ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ബഡ്ജറ്റിനകത്ത് വെച്ചിരിക്കുന്ന അതായത് PRD വഴിയാണല്ലോ, പരസ്യത്തിൻ്റെ ആണല്ലോ പ്രധാന വരുമാനം. ആ മുഴുവൻ പൈസയും കൊടുത്ത് തീർത്തു എന്ന് മാത്രമല്ല അഡീഷണൽ പണവും കൊടുത്ത ഒരു ധനകാര്യമന്ത്രിയാണ് ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. കാരണം ഈ വലിയൊരു പ്രതിസന്ധി കൂടെ മാധ്യമങ്ങളും പോകുന്നത്. കോവിഡ് വന്നതിന് ശേഷം പരസ്യം കുറഞ്ഞു, ബിസിനസ് കുറഞ്ഞു, വൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവർക്ക് ഇപ്രാവശ്യം കൊടുക്കാനുണ്ടായിരുന്നത് മുഴുവൻ കൊടുത്തിനി വളരെ കുറച്ചേ ഉള്ളൂ. വർഷങ്ങളായിട്ട് പൈലപ്പ് ചെയ്തേക്കുന്നതാണ്. അഡീഷണലായിട്ട് ബഡ്ജറ്റ് വെച്ചേക്കുന്നതിനോട് 50% അധികം വെച്ച് കൊടുത്തു. ഇനിയും കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കൊടുക്കാൻ ശ്രമിക്കുക. ഇവിടെ കടമാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവർക്ക് ബഡ്ജറ്റ് വെച്ചതിനേക്കാളും അധികം പണം കൊടുക്കുന്നത്. ഇനിയും കൊടുക്കും. കാരണം പത്രങ്ങൾ നിലനിൽക്കേണ്ട ആവശ്യമാണ്, മാധ്യമങ്ങളുടെ എല്ലാത്തരം മീഡിയ നിലനിൽക്കേണ്ട ആവശ്യമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ പറയുകയാണ്. അപ്പോൾ ഞാനേതായാലും നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്, ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ FB പേജിൽ വായിച്ചൊരു കാര്യമുണ്ട്. അതായത് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ആ വീടുകൾ കൊടുക്കാൻ നറുക്കെടുക്കുന്നു. ഒരു ഇംഗ്ലീഷ് പത്രം അതിഗംഭീരമായി വളരെ ഹൃദയസ്പൃക്കായി അതിനെ 1-ാം പേജിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ എഴുതിയാൾ പരിശോധിച്ചപ്പോൾ മുൻനിര പത്രങ്ങളിൽ ഒന്നിലും 1-ാം പേജിൽ ഒരു വാർത്ത പോലുമില്ല. പക്ഷേ അവസാനത്തെ പേജിൽ മന്ത്രി പറഞ്ഞതുപോലെ സർക്കാരിനെക്കുറിച്ചുള്ള പരസ്യമുണ്ടായിരുന്നു. ഞങ്ങൾ പബ്ലിക് ഓഡിറ്റിലൂടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ കൂടുതൽ വിശകലനത്തിന് വിധേയമാകാൻ പാകത്തിന് അവതരിപ്പിക്കുകയാണ്. ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ വിലയിരുത്തേണ്ടത്. അതിന് എന്തൊക്കെ ചെയ്തു എന്നതിലേക്ക് തന്നെയാണ്, ഏതൊക്കെ തരം വെല്ലുവിളികളായിരുന്നു അഭിമുഖീകരിച്ചത്, അതിൽ നിന്നും കേരളം എങ്ങനെ കരകയറി മുന്നോട്ട് പോയി, ഇതെല്ലാമാണ് ധനവകുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലും ഇവിടെ പാനൽ ഗായത്രിയും അജിതും ഒക്കെ നമ്മളോട് സംസാരിച്ചത്, വിശകലനം ചെയ്തത്. എല്ലാവർക്കും വളരെയധികം നന്ദി.